എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം? എങ്ങനെയാണ് പാർട്ട്നേഴ്സിന് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ലയബിലിറ്റീസ് വരുന്നത്? എന്തൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സിന്റെ ലീഗൽ റിസ്കുകൾ? ഹായ്, ഐഡിയൽ ഇൻഫോ മീഡിയയിലേക്ക് സ്വാഗതം. എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ്? പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളുകൾ, അതായത് രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്ന് അവരുടെ സ്കില്ലുകളോ അവരുടെ പൈസയോ അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസോ അങ്ങനെ എന്തും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് നടത്തി ആ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ലാഭമായാലും നഷ്ടമായാലും അത് വീതിച്ചെടുക്കാം, അത് ഷെയർ ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പിലാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം നിലവിൽ വരുന്നത്. 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഫോം ചെയ്യുന്നത്. ഓരോ പാർട്ട്നേഴ്സും അവരുടെ പൈസയോ സ്കില്ലോ പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം തുടങ്ങുന്നത്. കൂടാതെ അതിനുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഷെയർ ചെയ്യപ്പെടുക കൂടെ വേണം. അതുപോലെ തന്നെ അതിലുള്ള ഓരോ റെസ്പോൺസിബിലിറ്റിയും ഓരോ റിസ്ക്കും ഈ ഓരോ പാർട്ട്നേഴ്സിന്റെയും തലയിൽ ഒരുപോലെ തന്നെ ബാധിക്കും. പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റേർഡ് ആവാം, അൺരജിസ്റ്റേർഡ് ആവാം. രജിസ്ട്രേഷൻ ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ലീഗലി കുറെ കൂടെ അവർക്ക് ഗുണകരമായിരിക്കും. അപ്പൊ എങ്ങനെയാണ് രജിസ്ട്രേഷൻ, എന്താണ് രജിസ്ട്രേഷൻ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നീട് പ്രതിപാദിക്കാം. ചുരുക്കത്തിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് നിലവിൽ വരണമെങ്കിൽ രണ്ടോ അതിലധികമോ പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കണം. അവർ തമ്മിൽ റിട്ടേൺ ആയിട്ടോ ഓറലായിട്ടോ ഉള്ള ഒരു ലീഗൽ എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അവർ തമ്മിൽ പ്രോഫിറ്റ് ഷെയറിങ്ങിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. മ്യൂച്വൽ ഏജൻസി, അതായത് ഈ പാർട്ട്ണർഷിപ്പിനകത്ത് ഒരു പാർട്ട്ണർ ചെയ്യുന്ന ഒരു കാര്യം, പാർട്ട്ണർഷിപ്പ് ഫേമിന് വേണ്ടി ഒരു പാർട്ട്ണർ ചെയ്യുന്ന എന്ത് കാര്യവും മറ്റെല്ലാ പാർട്ട്നേഴ്സിനും ബാധകമാവും എന്ന ഒരു സംഭവമാണ് മ്യൂച്വൽ ഏജൻസി. ഇത്രയും കാര്യങ്ങളാണ് ഒരു പാർട്ട്ണർഷിപ്പിന് മിനിമമായി വേണ്ടത്. ഇനി പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റീസിന്റെ സൈഡിലേക്ക് പോകാം. രണ്ട് രീതിയിലുള്ള ലയബിലിറ്റി ആണുള്ളത്. ഒന്ന് ജോയിന്റ് ലയബിലിറ്റി, രണ്ടാമത് സെവറൽ ലയബിലിറ്റി. ജോയിന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പിന്റെ കടത്തിന് ആ പാർട്ട്ണർഷിപ്പിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സും ഒരുപോലെ ലയബിൾ ആയിരിക്കും എന്നതാണ്. എന്നുവെച്ചാൽ ആ പാർട്ട്ണർഷിപ്പിന്റെ കടം എല്ലാ പാർട്ട്നേഴ്സിന്റെയും കടമാണ്, അത് അൺലിമിറ്റഡ് തന്നെ ആയിരിക്കും. അടുത്തത് സെവറൽ ലയബിലിറ്റി. ഈ സെവറൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പിനകത്തുള്ള ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടി മറ്റാരോടെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ അഗ്രിമെന്റിനകത്തുള്ള എന്തെങ്കിലും ലയബിലിറ്റീസ് വരികയാണെങ്കിൽ അറിഞ്ഞില്ലെങ്കിൽ പോലും മറ്റുള്ള ഓരോ പാർട്ട്നേഴ്സും ഈ ലയബിലിറ്റിയുടെ ഭാഗമായിരിക്കും. ഈ പാർട്ട്ണർഷിപ്പിന്റെ ലയബിലിറ്റി വീട്ടാനായിട്ട് ഓരോ പാർട്ട്ണറും ബാധ്യതയുള്ളവരായിരിക്കും. എന്ന് വെച്ചാൽ ഒരു പാർട്ട്ണർക്ക് പാർട്ട്ണർഷിപ്പിന്റെ കടം വീട്ടാൻ കഴിവില്ലെങ്കിൽ മറ്റൊരു പാർട്ട്ണർ അല്ലെങ്കിൽ മറ്റുള്ള പാർട്ട്നേഴ്സ് എല്ലാം കൂടി ഈ പാർട്ട്ണറുടെ പൈസ കൂടെ എടുത്ത് കടം വീട്ടേണ്ടി വരും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി ഈ പാർട്ട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഫേമിന്റെ ഓരോ ആക്ടിന്റെയും ലയബിലിറ്റി എന്ന് വെച്ചാൽ ഫേം മറ്റുള്ളവരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ലയബിൾ ആണെങ്കിൽ ആ ലയബിലിറ്റി ഓരോ പാർട്ട്നേഴ്സിനും ബാധകമായിരിക്കും. റോങ്ഫുൾ ആക്ട്സിലുള്ള ലയബിലിറ്റി, അതായത് ഫേമിനകത്തുള്ള ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഫേമിന് വേണ്ടി ഏതെങ്കിലും ഒരു ഫ്രോഡ്, ഒരു മിസ്റെപ്രസെന്റേഷൻ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ അതിലൂടെ വരുന്ന ലയബിലിറ്റി മറ്റുള്ള ഓരോ പാർട്ട്നേഴ്സിനും ബാധകമായിരിക്കും. ലയബിലിറ്റി ആഫ്റ്റർ റിട്ടയർമെന്റ്. ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തു എങ്കിൽ പോലും ആ ആളുടെ ലയബിലിറ്റി തീരുന്നില്ല, പ്രൊവൈഡഡ് ആ പാർട്ട്ണർ റിട്ടയർ ആയി എന്നുള്ളത് ഒരു പബ്ലിക് നോട്ടീസിലൂടെ മറ്റുള്ളവരെ അറിയിക്കണം. കാരണം പാർട്ട്ണർഷിപ്പിന്റെ ഇന്റേണൽ കാര്യങ്ങളാണ് പാർട്ട്ണർഷിപ്പിൽ നിന്നും ഒരു പാർട്ട്ണർ റിസൈൻ ചെയ്തു എന്നുള്ളത്. ആ പാർട്ട്ണറിനെ ബേസ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ പാർട്ട്ണർഷിപ്പിലേക്ക് ഫേവർ ചെയ്യുന്ന മറ്റുള്ള ആളുകൾ, സപ്ലയേഴ്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പൊ അവരോട് ഔദ്യോഗികമായി കൃത്യമായി തന്നെ അറിയിക്കണം, ഞാൻ ഇനി മുതൽ ഈ പാർട്ട്ണർഷിപ്പിലില്ല, ഞാൻ റിസൈൻ ചെയ്തു എന്ന വിവരം. അങ്ങനെ അറിയിച്ചില്ലെങ്കിൽ അത് അറിയിക്കുന്നതിന് വരെയും ആ പാർട്ട്ണർ ലയബിൾ ആയിരിക്കും. പുതിയ പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി. പുതിയ ഒരു പാർട്ട്ണർ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് വരികയാണെങ്കിൽ ആ പാർട്ട്ണർ എന്നാണോ ജോയിൻ ചെയ്യുന്നത് അന്ന് മുതലുള്ള ലയബിലിറ്റി മാത്രമായിരിക്കും ഈ പാർട്ട്ണർക്ക് വരിക. പാർട്ട്ണർ ജോയിൻ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് എന്തൊക്കെ ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫേമിനുണ്ടെങ്കിലും ഇതൊന്നും ഈ പുതിയ പാർട്ട്ണറെ ബാധിക്കുന്നതല്ല. ഇനി മൈനർ പാർട്ട്ണറുടെ ലയബിലിറ്റി. ഒരു പാർട്ട്ണർഷിപ്പിലെ ഒരു മൈനർക്ക് പാർട്ട്ണർ ആവാം, പക്ഷേ ആ മൈനർ പാർട്ട്ണറുടെ മേലുള്ള ലയബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ പ്രോഫിറ്റ് പെർസെന്റേജ് എത്രയാണോ, ലാഭവിഹിതം എത്രയാണോ, അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ അതിനെ മാത്രം ബാധിച്ചിരിക്കും, അതിനെ മാത്രമേ ബാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ അവരുടെ പേഴ്സണൽ സ്വത്ത് അല്ലെങ്കിൽ ആ മൈനർ പാർട്ട്ണറുടെ പേഴ്സണൽ സ്വത്തോ കാര്യങ്ങളോ ഒന്നും ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ലയബിലിറ്റിയുമായി ബന്ധപ്പെടുന്നതല്ല. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്തു. ഒരു ബേക്കറി ബിസിനസ്സാണ് തുടങ്ങിയെന്ന് വിചാരിക്കാം. ആ പാർട്ട്ണർഷിപ്പിൽ ഈ ബേക്കറി ബിസിനസ്സിനകത്ത് എൻ്റെ പാർട്ട്ണർ ഞാനറിയാതെ മറ്റൊരു സപ്ലയറുമായി ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുകയും ആ അഗ്രിമെന്റിലൂടെ നടന്ന കുറച്ച് ട്രാൻസാക്ഷനിൽ പാർട്ട്ണർഷിപ്പിന് നഷ്ടം വരികയും പാർട്ട്ണർഷിപ്പ് ആ നഷ്ടം നികത്താൻ വേണ്ടി മറ്റു പാർട്ടിക്ക് ബാധ്യതക്കാരനാവുകയും കടക്കാരനാവുകയും ചെയ്യുകയാണെങ്കിൽ, അതായത് ആ പാർട്ട്ണർഷിപ്പിന്റെ മേലൊരു കടം വരികയാണെങ്കിൽ ഞാൻ അറിയാതെ നടന്ന അഗ്രിമെന്റ് ആണെങ്കിൽ പോലും ഈ കടത്തിൽ ഞാനും കൂടെ ഉൾപ്പെടും, ഈ കടം വീട്ടാൻ ഞാനും കൂടെ ബാധ്യസ്ഥനാണ് എന്നതാണ് എൻ്റെ രത്ന ചുരുക്കം.
ഇനി രജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ്, അൺരജിസ്റ്റേർഡ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ പാർട്ണർഷിപ്പിൽ മറ്റൊരു തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ഒരു കേസ് കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ഉള്ളിൽ തന്നെ ഒരു പാർട്ട്ണർക്ക് മറ്റൊരു പാർട്ട്ണർക്ക് എഗെയിൻസ്റ്റ് കേസ് കൊടുക്കണമെങ്കിലോ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു അൺരജിസ്റ്റേർഡ് ഫേമിന് തേർഡ് പാർട്ടീസിനെതിരെ കേസ് കൊടുക്കാൻ സാധിക്കില്ല. ചില കേസുകളിൽ പാർട്ട്ണർക്കെതിരെ പോലും കേസ് കൊടുക്കാനുള്ള സാധ്യത ഇല്ല. ചുരുക്കത്തിൽ രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ നിങ്ങളുടെ റൈറ്റ്സ് ലിമിറ്റഡ് ആയിരിക്കും എന്നർത്ഥം. എന്നാൽ ലയബിലിറ്റിയോ അത് അൺലിമിറ്റഡ് ആയി തന്നെ തുടരും. ഇനി ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നമ്മളൊരു പാർട്ണറായി അല്ലെങ്കിൽ നമ്മളൊരു പാർട്ണർഷിപ്പ് ഫേം രൂപീകരിക്കാൻ പോവുകയാണ്, നമ്മൾ പാർട്ണർ ആവാൻ പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലയബിലിറ്റി നമുക്ക് എങ്ങനെ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും? അതാണല്ലോ പ്രധാന കാര്യം. അതിനാദ്യമായി വേണ്ടത് ഒരു സ്ട്രോങ് ആയ ഒരു പാർട്ണർഷിപ്പ് ഡീഡാണ്. അതിനകത്ത് കൃത്യമായ ക്ലോസുകൾ പറഞ്ഞിരിക്കണം. ലയബിലിറ്റീസ് എങ്ങനെയായിരിക്കണം, പാർട്ണർഷിപ്പിൽ നഷ്ടമുണ്ടായാൽ അത് എങ്ങനെയെല്ലാം വീതിക്കണം, ലാഭം എങ്ങനെ വീതിക്കണം, അങ്ങനെയുള്ള ഓരോ മൈന്യൂട്ട് പോയിന്റുകളും കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കൃത്യമായ ക്ലോസുകളിൽ ഇതെല്ലാം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ലയബിലിറ്റിയെ നമുക്ക് അവിടെ ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യത്തെ കൂടി കൃത്യമായി അതിനകത്ത് പ്രതിപാദിക്കുക എന്നുള്ളത് അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണ്. കാരണം പാർട്ണർഷിപ്പിൽ ലാഭം കിട്ടുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് പോകും. എവിടെയെങ്കിലും ചില പണികൾ കിട്ടി, എവിടെയെങ്കിലും ചില നഷ്ടസാധ്യതകൾ അല്ലെങ്കിൽ നഷ്ടം വന്നു തുടങ്ങുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഡിസ്പ്യൂട്ട് വരുന്ന സമയത്ത് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായി അതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രകാരം ഈ ചട്ടക്കൂട് പ്രകാരമാണല്ലോ പോവുള്ളൂ. അപ്പോൾ ലയബിലിറ്റിയെ കുറിച്ച് നമുക്ക് എങ്ങനെയാണ് വരിക എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട കാര്യം പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു പാർട്ണർഷിപ്പ് 5000 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ പാർട്ണർഷിപ്പ് ഡീഡ് എഴുതി എല്ലാ കാര്യങ്ങളും വ്യക്തമാണ്, ക്ലിയർ ആണ്, പെർഫെക്റ്റ് ആണ് എങ്കിലും ആ പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ലീഗലി നിങ്ങൾക്ക് ഒരുപാട് റൈറ്റ്സ് കൂടെ കിട്ടും. അതുകൊണ്ട് പാർട്ണർഷിപ്പ് ക്രിയേറ്റ് ചെയ്താൽ പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. മൂന്നാമതായിട്ട് കൃത്യമായ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ ഏത് സ്റ്റേജിൽ വന്നാലും നിങ്ങളുടെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് പെർഫെക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിഞ്ഞു നോക്കാനും ആർക്കാണ് പ്രശ്നം പറ്റിയത്, എവിടെയാണ് പ്രശ്നം പറ്റിയത്, എവിടെ മുതലാണ് ഇഷ്യൂസ് തുടങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കൃത്യമായ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇനി ഒരു പാർട്ണർഷിപ്പിൽ എപ്പോഴും ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ണർഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് LLP അതിലേക്ക് മാറാനുള്ള കാര്യം നോക്കാവുന്നതാണ്. അങ്ങനെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ലയബിലിറ്റി നിങ്ങൾ എത്രയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആ കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിലേക്ക് മാത്രമായിട്ട് ലിമിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലയബിലിറ്റിയെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്. LLPയെ കുറിച്ച് നമ്മൾ കൂടുതൽ വിശദമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഇന്ന് ഒരു പാർട്ണർഷിപ്പ് എന്താണെന്ന് പറഞ്ഞു, പാർട്ണർഷിപ്പിന്റെ ലയബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ഓരോ പാർട്ണേഴ്സിനും ഏതൊക്കെ രീതിയിലെ ലയബിലിറ്റീസ് വരും, ഈ ലയബിലിറ്റീസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു പാർട്ണർഷിപ്പിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു പാർട്ണർഷിപ്പിന്റെ ഭാഗമാവാൻ പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും പാർട്ണർഷിപ്പിന്റെ ഭാഗമാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരം വിവരങ്ങൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഗ്രഹപാഠം ചെയ്ത് ഒരു ഹോംവർക്ക് ചെയ്തതിന് ശേഷം ഒരു പാർട്ണർഷിപ്പ് തുടങ്ങുക. ഈ വീഡിയോ അവർക്ക് കൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.